നമസ്കാരം. സഖാവ് VS അച്യുതാനന്ദൻ വിടവാങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ 102 വയസ്സിനിടയിലുള്ള പോരാട്ടം ഇവിടുത്തെ പാവപ്പെട്ടവരുടെയും തൊഴിലാളികളുടെയും കർഷകരുടെയും ഒക്കെ ജീവിതം ശക്തിപ്പെടുത്തുന്നതിൽ വളരെയേറെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് സഖാവ് VS. ആ സഖാവിന്റെ പോരാട്ട നാളുകളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. 1923 ഒക്ടോബർ 23 അമ്പലപ്പുഴയിലെ പുന്നപ്രയിലായിരുന്നു ആ സഖാവിന്റെ ജനനം. വെന്തലത്തറ കുടുംബാംഗമായ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായിട്ടായിരുന്നു ആ സഖാവിന്റെ ജനനം. 1924 7ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമായിരുന്നു സഖാവിന്റെ പഠനം. പിന്നീട് ചേട്ടന്റെ തയ്യൽ കടയിൽ പോവുകയും തയ്യൽ തൊഴിലാളിയായിട്ടാണ് അദ്ദേഹം പിന്നീട് ജീവിതം ആരംഭിച്ചത്. ജ്യേഷ്ഠൻ ഗംഗാധരനോടൊപ്പമായിരുന്നു തയ്യൽ തൊഴിലുകളും മറ്റും പഠിച്ചിരുന്നത്. അവിടെ നിന്ന് കയർ ഫാക്ടറിയിലേക്ക് ജോലിയെടുക്കുന്നതിന് വേണ്ടി പോവുകയുണ്ടായി. പാർട്ടി ക്ലാസ്സിന് വന്ന P. കൃഷ്ണപിള്ളയാണ് സഖാവ് VS അച്യുതാനന്ദനെ കണ്ടെത്തുകയും തൊഴിലാളി നേതാവായി വളർന്നു വരുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചതും സഖാവ് P. കൃഷ്ണപിള്ളയുടെ ഉപദേശങ്ങളായിരുന്നു. 1940 പാർട്ടി അംഗത്വം നേടുകയുണ്ടായി. 1946 ഒക്ടോബർ 28 പുന്നപ്ര വയലാർ സമരത്തിന്റെ ഭാഗമായി VSനെ പൂഞ്ഞാറിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ആദ്യം പൂഞ്ഞാർ ഔട്ട് പോസ്റ്റിൽ കൊണ്ടുവരികയും പിന്നെ പാലാ പോലീസ് സ്റ്റേഷനിലും SI ഇടിയൻ നാരായണൻ പിള്ള എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ ബയണറ്റ് കുത്തിയിറക്കിയതിന്റെ പാട് VSന്റെ കണങ്കാലിൽ ഇപ്പോഴുമുണ്ട്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ രണ്ട് സഖാക്കളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് കഴിഞ്ഞിരുന്നില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തും AKGയും അതുപോലെ തന്നെ VSഉം ജയിലിൽ തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത്. 1952 അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയി ആലപ്പുഴയിൽ വരികയായിരുന്നു VS. ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി ആവുകയും പിന്നീട് ജില്ലാ സെക്രട്ടറി ആയി തെരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. 1957 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി. 1959 ദേശീയ കൗൺസിൽ അംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടു. 1957 കേരളം രൂപീകരിച്ച ആദ്യ EMS സർക്കാരിൽ അധികാരമേറ്റപ്പോൾ സർക്കാരിനെ ഉപദേശിക്കാനുള്ള 9 അംഗ പാർട്ടി സമിതിയിലെ ചെറുപ്പക്കാരനായിരുന്നു സഖാവ് VS. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോന്ന 32 പേരിൽ ഒരു സഖാവായിരുന്നു ഇന്ന് ജീവിച്ചിരുന്നവരിൽ ഏറ്റവും പ്രായം കൂടിയ ഒരു നേതാവ് കൂടിയായിരുന്നു സഖാവ് VS അച്യുതാനന്ദൻ. അത് 1964 പാർട്ടി പിളർന്നതിന് ശേഷം ആ CPIയുടെ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന നേതാക്കന്മാരിൽ ഒരാളായിരുന്നു VS അച്യുതാനന്ദൻ. CPIM രൂപീകരിക്കുകയും അതിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടരുകയുമാണ് ഉണ്ടായത്. 1967 അമ്പലപ്പുഴയിൽ നിന്ന് VS നിയമസഭയിലേക്ക് മത്സരിക്കുകയുണ്ടായി. പക്ഷേ ആദ്യ മത്സരത്തിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 1970 വീണ്ടും അമ്പലപ്പുഴയിൽ നിന്ന് തന്നെ മത്സരം, അതിൽ വിജയിച്ച നിയമസഭയിൽ എത്തുകയുണ്ടായി. 1991 മാരാരിക്കുളത്ത് നിന്നും മത്സരിക്കുകയുണ്ടായി, അതിൽ വിജയം. 2001, 2006, 2011, 2016 എന്നീ തെരഞ്ഞെടുപ്പുകളിൽ മലമ്പുഴയിൽ നിന്നാണ് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തത്. മലമ്പുഴ മണ്ഡലത്തിൽ നിന്നാണ് ഈ വിജയങ്ങളെല്ലാം നേടിയത്. 1965 അമ്പലപ്പുഴയിൽ നിന്ന് നിയമസഭയിലേക്കുള്ള കന്നി മത്സരത്തിൽ തോൽവിയാണ് ഉണ്ടായത് എന്ന് നേരത്തെ പറയുകയുണ്ടായി. 1977 അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട്. 1996
സഖാവ് മാരാരിക്കുളത്ത് നിന്ന് മത്സരിച്ചാണ് നിയമസഭയിൽ എത്തിച്ചേർന്നത്. 1996-ൽ VS മാരാരിക്കുളത്ത് മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 1967 ജൂലൈ 18-നായിരുന്നു വസുമതിയുമായുള്ള സഖാവിന്റെ വിവാഹം. CPIM സംസ്ഥാന സെക്രട്ടറിയായി 1980 ജനുവരിയിൽ വരികയുണ്ടായി. 1991 വരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി തുടരുകയാണ് ഉണ്ടായിരുന്നത്. CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവുമായി 1985-ൽ സഖാവ് VS-നെ തെരഞ്ഞെടുക്കുകയുണ്ടായി. ആദ്യമായി പ്രതിപക്ഷ നേതാവായത് 1992-ലായിരുന്നു. പിന്നീട് 2001-ലും. 1997 നിലനികത്തൽ വിരുദ്ധ സമരത്തിൽ അതിന്റെ നേതൃത്വം കൊടുത്ത സഖാവായിരുന്നു VS. മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് 2006 മെയ് 16-നായിരുന്നു. ചരിത്രപരമായിട്ടുള്ള ഒരു നിയോഗമായിരുന്നു സഖാവ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായത്. കേരളത്തിൽ മുഖ്യമന്ത്രിയായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു സഖാവ് VS. മൂന്നാർ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കാൻ 2007-ൽ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് VS വളരെ ശക്തമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുകയും ആ ഭൂമി തിരിച്ചുപിടിക്കുന്ന കാര്യത്തിൽ വളരെ കൃത്യതയോടെയുള്ള നടപടികളാണ് സ്വീകരിച്ചത്. പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ നിന്നും 2009-ലാണ് അദ്ദേഹം ആ സഖാവ് വിടവാങ്ങിയത്. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി 2016-ൽ സഖാവ് പിണറായി വിജയൻ അധികാരമേറ്റപ്പോൾ ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായിട്ടാണ് മാറിയത്. 2021 ജനുവരി വരെ ആ സ്ഥാനം തുടരുകയാണ് ഉണ്ടായത്. 2019 ഒക്ടോബർ പുന്നപ്ര വയലാർ വാർഷിക ചടങ്ങുകളിൽ പങ്കെടുത്ത് മടങ്ങി തിരുവനന്തപുരത്തെത്തിയ VS-ന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുകയും പിന്നീട് അങ്ങോട്ട് പൂർണ്ണ വിശ്രമത്തിലുമായിരുന്നു. 2019-ലാണ് ഏറ്റവും അവസാനത്തെ പൊതുപരിപാടിയിൽ സഖാവ് VS പങ്കെടുക്കുന്നത്. അതിനുശേഷം ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുകയും പിന്നീട് പൊതുപരിപാടികളിലൊന്നും പങ്കെടുക്കാതെ വീട്ടിൽ തന്നെ വിശ്രമത്തിലായിരുന്നു. 2023 ഒക്ടോബർ 23-ന് സഖാവിന്റെ 100ാം ദിനം ആഘോഷിക്കുകയുണ്ടായി. 2025 ജൂലൈ 21-ന് സഖാവ് മരണപ്പെടുകയുണ്ടായി. ഈ 102 വയസ്സിനിടയ്ക്ക് സഖാവ് പോകാത്ത ഒരു ഗ്രാമം പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. സഖാവിന്റെ ജീവിതം, VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന സഖാവിന്റെ ജീവിതം മുന്നോട്ടുള്ള യാത്രയിൽ ഓരോ സഖാവിനും ഊർജം പകരുന്ന ഒരു കാര്യമാണ്.